ഹലോ ആതിര, എന്താ വിശേഷം? ഒരു വലിയ വിശേഷമുണ്ട്. ഞങ്ങളുടെ കുടുംബത്തിനെ നല്ല കാലം വരാൻ പോവാ. ആഹാ, ഇതൊരു നല്ല വാർത്തയാണല്ലോ. അതെ ചേച്ചി, ഞങ്ങളുടെ എല്ലാവരുടെയും കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും എല്ലാം ഇതോടെ മാറിക്കിട്ടും. ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു കിട്ടും. ഇപ്പൊ എന്താ ഇത്ര പെട്ടെന്ന് സംഭവിച്ചേ? കുറെ നാളായിട്ട് ഞങ്ങൾ നടത്തിക്കൊണ്ടിരുന്ന ഒരു കേസില്ലേ, അത് ഞങ്ങൾക്ക് അനുകൂലമായിട്ട് വിധിച്ചു. അപ്പോ വീട്ടിലുള്ള എല്ലാവർക്കും നല്ല സന്തോഷമായി കാണുമല്ലോ. അതെ, ഇവിടെ എല്ലാരും വലിയ സന്തോഷത്തിലാ. സത്യം പറഞ്ഞ ഞങ്ങളുടെ വക്കീല് ആരതി ചേച്ചിക്കാ ഇതിന്റെ ക്രെഡിറ്റ് എല്ലാം കൊടുക്കേണ്ടത്. ഈ കുടുംബത്തോട് അവർക്കുള്ള ആത്മാർത്ഥതയും സ്നേഹവും ഒക്കെ വളരെ വലുതാ, പ്രത്യേകിച്ച് സച്ചേട്ടനോട്. ആരതി ചേച്ചിയുടെ ഒറ്റ മിടുക്കാൻ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു കിട്ടാനുള്ള കാരണം. എന്റെ അച്ചുചേച്ചി ഉണ്ടായിരുന്നെങ്കിൽ ഈ കുടുംബത്തിന് വേണ്ടി എത്ര സ്ട്രോങ് ആയിട്ട് നിൽക്കോ അതേപോലെ സ്ട്രോങ് ആയിട്ടാ ആരതി ചേച്ചി ഞങ്ങൾക്കൊപ്പം നിന്നത്. ഇന്നതിന്റെ ചെറിയൊരു ആഘോഷമൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ എല്ലാരും ഒരുമിച്ച് പുറത്തുപോയി ഭക്ഷണം കഴിച്ചു. അതിൽ പങ്കെടുക്കാൻ വേണ്ടി ഞാൻ ആയിഷ ചേച്ചിയും വിളിച്ചായിരുന്നു, പക്ഷെ കിട്ടിയില്ല. ഞാൻ കണ്ടില്ല മോളെ, കുറച്ച് ജോലി തിരക്കിലായിപ്പോയി. എല്ലാരും കൂടി ഭയങ്കര രസമായിരുന്നു. അതിന്റെ ഫോട്ടോസൊക്കെ ഞാൻ ചേച്ചിക്കും കൂടി അയക്കാം. ചേച്ചി നോക്കിയിട്ട് വിളിക്കണേ. ശരി, വിളിക്കാം. ശരി. എന്റെ നഷ്ടങ്ങളാ ആ വക്കീല് ഈ അനുഭവിക്കുന്ന സന്തോഷങ്ങളെല്ലാം. ഇതിൽ ഞാൻ ആരെ കുറ്റപ്പെടുത്തും? ഞാൻ എവിടെയെങ്കിലും ജീവിച്ചിരിപ്പുണ്ടോ എന്ന് എൻ്റെ അമ്മയ്ക്കറിയില്ല. ഏട്ടൻ്റെ സന്തോഷമാണ് ആ അനിയത്തിമാർ ആഗ്രഹിക്കുന്നത്. ഈശ്വര, എൻ്റെ സച്ചേട്ടൻ എനിക്ക് നഷ്ടപ്പെടാൻ തുടങ്ങുകയാണോ? അങ്ങനെ സംഭവിച്ചാ പിന്നെ ഞാനില്ല. ആന്റി പതുക്കെ ഒന്ന് അടങ്ങിയിരിക്കും മോളെ, ആന്റി ഇതൊന്ന് കെട്ടി തീർത്തോട്ടെ. ആന്റി എന്നെ സ്കൂളിൽ കൊണ്ടുവിടാൻ വരുമോ? പിന്നെന്താ, ഞാൻ വരാല്ലോ.